നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷം നിങ്ങളുടെ ഇന്നിൽ നാം പ്രതിപാദിക്കുന്ന ദിനം, ഇന്നത്തെ ദിനം 1201 മേടമാസം 31-ാം തീയതി, അതായത് 2026 മെയ് മാസം 14-ാം തീയതി. ഒരു മാസത്തിൻ്റെ അവസാനമാണ്. മേടമാസം ഇതാ കഴിഞ്ഞുമിരിക്കുന്നു. ഇനി ഇടവ മാസമാണ് വരുന്നത്. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഇടവ മാസമായി. ഇടവ മാസത്തിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട വൈശാഖ മഹോത്സവം, കൊട്ടിയൂർ മഹോത്സവമൊക്കെ വരുന്നത്. പരമശിവനെ ദർശിക്കുവാനുള്ള ഒരു പൂർണ്ണ അവസരമാണ് അക്കരെ കൊട്ടിയൂരിൽ ലഭിക്കുന്നത്. അക്കരെ കൊട്ടിയൂർ ഉത്സവ സമയത്ത് അടഞ്ഞു കിടക്കും. പക്ഷെ ഒരു മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ ഉത്സവത്തിൻ്റെ പൂർണ്ണതയാണ്. കഴിഞ്ഞ വർഷം 75 ലക്ഷത്തിൽ പരം ആളുകൾ കൊട്ടിയൂരമ്പലം സന്ദർശിച്ചിരുന്നു. ഭക്തരുടെ പൂർണ്ണത കഴിഞ്ഞതാണ് ഉണ്ടായത്. കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്ന ആളുകളാണ്. ഒരുപക്ഷെ 1 കോടിയിൽ പരം ആളുകൾ ഈ ഒരു മാസം ഈ കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിന് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്ഷേത്ര ഭാരവാഹികൾ. അവിടെ ഭഗവാൻ ഇഷ്ടപ്പെട്ട ഓടപ്പൂവ്, അപ്രകാരം കൊട്ടിയൂരിൽ വഴിപാടുകൾ മുടങ്ങിയിട്ടുള്ളവർക്ക് അവിടെ തുമ്പപ്പൂവ്, ഭണ്ഡാരത്തിൽ ധനം സമർപ്പിക്കാം. ഇങ്ങനെ ധാരാളം കർമ്മങ്ങൾ ചെയ്യാം. ഇന്നത്തെ ദിനം വ്യാഴാഴ്ചയാണ്. ഇന്ന് വ്യാഴാഴ്ച സൂര്യോദയം കാലത്ത് 6:07 അസ്തമയം വൈകിട്ട് 6:35 ഇന്നത്തെ രാഹുകാലം വ്യാഴാഴ്ച നിങ്ങൾക്കറിയാം, 1:30 മുതൽ 3 മണി വരെയുള്ള സമയം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്. ചന്ദ്രൻ വളരെ ദുർബലമായി വരികയാണ്. ഇനി 2 നാൾ കഴിഞ്ഞാൽ പിന്നെ അമാവാസിയുമായി. ഇന്നത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി ഒരു ശുഭ നക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കും. പക്ഷേ വാങ്ങാനും കൊടുക്കാനും പാടില്ലാത്ത നക്ഷത്രമാണ്. ആദാതവ്യെന്ന ദാതവ്യം ശേഷം ദിവിനശ്യതി. വാങ്ങരുത്, കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മറ്റെല്ലാ കാര്യത്തിനും ശുഭമുഹൂർത്തമുണ്ട്. കാലത്ത് 9:10 മുതൽ 10 മണി വരെയുള്ള സമയം. അപ്രകാരത്തിന് ഉച്ചയ്ക്ക് 1:10 മുതൽ 1:30 വരെയുള്ള 20 മിനിറ്റ് സമയവും ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോകും. അവിടെ ഭഗവാന് പ്രിയപ്പെട്ട തുളസിമാല, പാൽപ്പായസം, പാനകം വഴിപാട്. അപ്രകാരത്തിന് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ. ഈ പ്രാർത്ഥന വളരെയധികം വൈബ്രേഷൻസ് പ്രദാനം ചെയ്യപ്പെടും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ശോഭനമായി ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.